ഫ്ലെക്സ് ബോർഡുകളോ പോസ്റ്ററുകളോ മറ്റു പരസ്യ പ്രചാരണങ്ങളോ ഒന്നുമില്ല. കടുത്തുരുത്തി മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എം സ്കറിയയുടെ ഒറ്റയാൾ പോരാട്ടം. സ്ഥാനാർത്ഥി ബക്കറ്റ് ചിഹ്നത്തിലാണ് ജനവിധി തേടുന്നത്. ശ്രീ എം സ്കറിയയെ തിരഞ്ഞെടുക്കൂ. നമ്മുടെ ചിഹ്നം ബക്കറ്റ്. കേരള വികസനത്തിന്റെ പുതുവഴികൾ, പുതു കാഴ്ചപ്പാട്, പുതുവെളിച്ചം കടുത്തുരുത്തിയിൽ നിന്നും. കടുത്തുരുത്തി മണ്ഡലത്തിൽ LDF, UDF, NDA മുന്നണികൾക്കെതിരെയാണ് സ്വതന്ത്രനായി എം സ്കറിയ മത്സര രംഗത്തുള്ളത്. സ്ഥാനാർത്ഥിക്ക് വലിയ പ്രചാരണങ്ങളോ വോട്ട് അഭ്യർത്ഥിക്കാൻ സഹപ്രവർത്തകരോ ഇല്ല. സ്ഥാനാർത്ഥി തന്നെയാണ് നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ വിജയത്തിന് വേണ്ടി വാഹനത്തിൽ അനൗൺസ്മെന്റുമായി കടന്നു ചെല്ലുന്നത്. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പുതിയൊരു കാഴ്ചപ്പാടും അവതരിപ്പിക്കുന്നില്ല. കടുത്തുരുത്തിയുടെ വികസനം കേരളത്തിന്റെ പൊതുവായ വികസനത്തിനൊപ്പം ചേരുന്നുമില്ല എന്നതുകൊണ്ടാണ് താൻ നിയമസഭയിൽ എത്താൻ ശ്രമിക്കുന്നതെന്ന് സ്ഥാനാർത്ഥി എം സ്കറിയ പറഞ്ഞു. 60 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും പ്രതിമാസം 10,000 രൂപ പെൻഷൻ ഉടൻ ലഭ്യമാകും. ഇത് അസാധ്യമായ കാര്യമല്ലെന്നും ഉറപ്പായി നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. അപ്പം ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. എൻ്റെ പേര് സ്കറിയ എന്നാണ്. ചിഹ്നം ബക്കറ്റ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ സംഘടിതമായ രാഷ്ട്രീയ പാർട്ടികൾ ധാരാളമുള്ളപ്പോൾ എന്തിനാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി അതിൽ നിന്ന് നമ്മുടെ ഇലക്ഷൻ പ്രക്രിയയെ കൂടുതൽ സങ്കീർണമാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം. ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യം. അത് വളരെ കൃത്യമായൊരു ഉത്തരവുണ്ട്. അതിനേക്കാൾ ഉപരി ഞാൻ എന്തിനാണ് മത്സരിക്കുന്നത് എന്നുള്ളത് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മത്സരിക്കുന്നത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ യഥാർത്ഥത്തിൽ വളരെ ശക്തിമത്തായ ഒരു സമ്പദ്ഘടനയാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്കറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഓരോരോ ജനകീയമായ പദ്ധതികളും അതുപോലെ തന്നെ വളരെ ജനങ്ങളെ ആകർഷിക്കുന്നതായ വാഗ്ദാനങ്ങളുമാണ് നൽകുന്നത്. ഒരുപക്ഷെ അവർക്ക് ചെയ്യുവാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അത് ചെയ്യണമെങ്കിൽ അതിനുള്ള സോഴ്സുകൾ, അതിനുള്ള ധനപരമായ വരുമാനം എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നതും കൂടെ ഇവർ പറയേണ്ടതുണ്ട്. അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, അടുത്ത വരാൻ പോകുന്ന 5 വർഷം അതിഭയങ്കരമായ ടാക്സുകളും അതുപോലെ തന്നെ ജനങ്ങളുടെ മേലുള്ള നികുതി വർധനവും അതിഭയങ്കരമായ രീതിയിൽ വളരുവാനാണ് സാധ്യത. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടിയിരിക്കുന്നത് സംസ്ഥാന ഖജനാവിനകത്ത് ആവശ്യത്തിനുള്ള പണം ലഭ്യമാക്കുകയായിരുന്നു. വാസ്തവത്തിൽ ഏറ്റവും ആദ്യമേ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടുത്തെ ജനങ്ങളോട് പറയേണ്ടിയിരുന്ന കാര്യം നമ്മളുടെ റവന്യൂ ചിലവ് എങ്ങനെ നമുക്ക് കുറയ്ക്കുവാൻ കഴിയുമെന്നാണ്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.